ഈ ജൂൺ 1 മുതൽ കേരളത്തിലെ സ്കൂളുകളൊക്കെ തുറക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ സ്കൂളിലും അതുപോലെ തന്നെ കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചൂഷണം ചെയ്യപ്പെടുന്നത് സിന്തറ്റിക് ലഹരിയുടെ നീരാളിപ്പിടുത്തം കൊണ്ടാണ്. UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വന്നയുടനെ തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വളരെ ധീരതയോടുകൂടി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോട്ടിക് ഹണ്ട് എന്ന ഒരു ക്യാപ്ഷനോടുകൂടി നാടിൻ്റെ വലിയ ഒരു വിപത്തായി മാറിയ ലഹരിക്കെതിരെയുള്ള ഒരു തുറന്ന പോരാട്ടത്തിന് ആ ലഹരിയുടെ കണ്ണികളെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ പിടിച്ച് കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം അല്ലെങ്കിൽ ഒരു വലിയൊരു മിഷൻ, ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് UDFിൻ്റെ സർക്കാർ, പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഞെട്ടിപ്പിക്കുന്ന കൊലപാതകങ്ങൾക്ക് പിന്നിലും അതിലേക്ക് പ്രേരക ശക്തിയായി നിലകൊണ്ടത് ലഹരിയാണ് എന്നത് ആർക്കും ഒരു സംശയത്തിൻ്റെ ഇടം വരുത്തേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ കൊലപാതകങ്ങളിലും, എല്ലാ തരത്തിലുള്ള ബ്രൂട്ടലായിട്ട് നടന്ന പലതരത്തിലുള്ള കൊലപാതകങ്ങളിലും ഈ തരത്തിൽ ലഹരി, അമിതമായ ലഹരിയും മദ്യാസക്തിയും കൊണ്ടാണ് എന്നതിൽ ഫോറൻസിക് റിപ്പോർട്ടിലും മറ്റുമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു സംഗതി ഇതിനെ പിടിച്ചു കെട്ടുന്നതിന് വേണ്ടി, ഇതിനെ കണ്ണികളെ പിടിക്കുന്നതിന് വേണ്ടി VD സതീശൻ്റെ സർക്കാർ തുടങ്ങി വെച്ച ഈ ഒരു ദൗത്യത്തിന് നമ്മൾ പിന്തുണ കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇത് സമൂഹത്തിൻ്റെ ആവശ്യമാണ്. കണ്ണീര് കുടിച്ചുകൊണ്ടാണ് ഓരോ കുടുംബവും വിപത്തിനെതിരെ അവർ നിലകൊണ്ടുന്നത്. അതുകൊണ്ട് അവർക്ക് ആശ്വാസം പകരുന്നതിന് വേണ്ടി വിദ്യാർത്ഥികൾ നേരിടുന്ന ഈ ഏറ്റവും വലിയ അവരെ ചൂഷണം ചെയ്യപ്പെടുന്ന ഈ ഒരു സംഗതി ഇത് പിടിച്ചു കെട്ടുന്നതിന് വേണ്ടി സമൂഹത്തിൻ്റെ നാനാ മേഖലയിലുള്ള എല്ലാവരുടെയും പിന്തുണയും സഹകരണവും സപ്പോർട്ടുമൊക്കെ ഈ ഒരു മിഷൻ, ഈ ഒരു ദൗത്യത്തിന് സർക്കാർ എടുത്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രൗഡായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവിന് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്.